കേരളത്തിലെ ഇത്തവണ കോൺഗ്രസിന്റെ ലക്ഷ്യം 60% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയം പിടിച്ചെടുക്കുക എന്നതാണ്. കഴിഞ്ഞ തവണ 6 കോർപ്പറേഷനുകളിൽ കണ്ണൂർ കോർപ്പറേഷൻ ഒഴികെ മറ്റെല്ലാ കോർപ്പറേഷനുകളിലും LDF ആയിരുന്നു വിജയിച്ചത്. ഇത്തവണ കണ്ണൂരും തിരുവനന്തപുരവും തൃശൂരും എറണാകുളവും അടക്കമുള്ള കോർപ്പറേഷനുകളിൽ വിജയം നേടാൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണയം ഏറെ കാലം മുമ്പ് തന്നെ കോൺഗ്രസ് പൂർത്തീകരിച്ചു. നേരത്തെയെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്റെ അവസാന മണിക്കൂറിലായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കാറ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരസഭയിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.